പുറങ്കര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഡിസംബർ 8 മുതൽ 12 വരെ കൊണ്ടാടുന്ന ഏകാദശമി മഹോത്സവത്തിന് തുടക്കമായി. പരിപാടിയുടെ ഉദ്ഘാടനം വടകര കോസ്റ്റൽ CI ദീപു CS നിർവഹിച്ചു. രണ്ടാം ദിനമായ ഇന്ന് ക്ഷേത്രത്തിലൊരുക്കിയ സമൂഹ സദ്യയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ. പുറങ്കര ശ്രീകൃഷ്ണ ക്ഷേത്ര ഏകാദശമി മഹോത്സവത്തിന് തുടക്കമായി. ഡിസംബർ 8 മുതൽ 12 വരെയാണ് ക്ഷേത്രത്തിൽ ഉത്സവം കൊണ്ടാടുന്നത്. പരിപാടി വടകര കോസ്റ്റൽ പോലീസ് CI ദീപു CS ഉദ്ഘാടനം ചെയ്തു. ഏകാദശമി ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ വൈകുന്നേരം സോപാന സംഗീതവും ഭക്തിഗാനമേളയും നടക്കും. നാളെ ക്ഷേത്ര മാതൃസമിതിയുടെ നാമസങ്കീർത്തനവും നടക്കും. 5 ദിവസങ്ങളിലായി കൊണ്ടാടുന്ന ഉത്സവത്തിൽ ഓരോ ദിവസവും നിരവധി കലാരൂപങ്ങളും സ്റ്റേജ് പരിപാടികളും ചടങ്ങുകളും ഒരുക്കിയിട്ടുണ്ട്. ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ഇന്നൊരുക്കിയ സമൂഹ സദ്യയിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. പുറങ്കര ശ്രീകൃഷ്ണ ക്ഷേത്ര ഏകാദശി മഹോത്സവം ഇക്കഴിഞ്ഞ 8-ാം തീയതി കാലത്ത് ക്ഷേത്ര തന്ത്രി ബഹുമാന്യനായ ഏറാഞ്ചേരി ഇല്ലം അരിഗോവിന്ദൻ നമ്പൂതിരിപ്പാടും ക്ഷേത്ര മേൽശാന്തി ക്ഷേത്രശാന്തി രാജൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നൂറുകണക്കായ ഭക്തരുടെയും സാന്നിധ്യത്തിൽ ഇവിടെ കൊടിയേറ്റം നടത്തിയിരിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനുള്ളൊരു പ്രത്യേകത, പല ക്ഷേത്രങ്ങളെ അപേക്ഷിച്ചിട്ടുള്ളൊരു പ്രത്യേകത, പ്രകൃതിയാണ് ഈ ക്ഷേത്രോത്സവത്തിൻ്റെ ആദ്യം നമ്മെ വിളിച്ചറിയിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ തൊട്ടു മുമ്പിലുള്ള പാല, ഏയിലം പാല എന്ന് പറയുന്ന ഈ പാലയാണ്, പാല പൂത്തുകൊണ്ടാണ് അതിൻ്റെ ക്ഷേത്രോത്സവത്തിൻ്റെ വരവ് അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പാല പൂത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം കിലോമീറ്ററുകൾക്ക് തന്നെ അതിൻ്റെ മണം അനുഭവിക്കുന്നതായിട്ട് പലരും കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം 42ാമത്തെ വർഷമാണ് നമ്മൾ ഏകാദശി മഹോത്സവം കൊണ്ടാടുന്നത്. 42 വർഷം വളരെ സുഗമമായി നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റു പല ക്ഷേത്രങ്ങളെയും അപേക്ഷിച്ച് വലിയൊരു ജനപങ്കാളിത്തമുള്ള ഒരു പരിപാടിയായിട്ട് നമ്മുടെ ക്ഷേത്രോത്സവം മാറാറുണ്ട്. ഇപ്പോൾ തന്നെ ഇന്ന് സമൂഹ സദ്യ നടക്കുകയാണ്. സമൂഹ സദ്യ എന്ന് പറയുമ്പോൾ നാനാ ജാതിയിൽപ്പെട്ടവർ, നാനാ മതത്തിൽപ്പെട്ടവർ എല്ലാവരും ഒത്തൊരുമിച്ചിരുന്നു കൊണ്ടുള്ള ഒരു സമൂഹത്തിൻ്റെ ഐക്യം വിളിച്ചോതുന്ന ഒരു സദ്യയായി നമ്മുടെ സദ്യ മാറാറുണ്ട്. അതിന് വലിയ തന്നെ പിന്തുണ കിട്ടാറുണ്ട്. ജനങ്ങളിൽ നിന്ന് തന്നെ വലിയൊരു പിന്തുണ നാം നേടിയിട്ടുണ്ട്. 12 വർഷമായിട്ട് ഇത് ക്ഷേത്രമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. 12 വർഷം കൊണ്ട് ഇക്കണ്ട പുരോഗതി ഒക്കെ തന്നെ വെറും 12 വർഷം കൊണ്ടാണ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അതിന് ഈ നാട്ടിലെ പുറത്തുള്ളവരുടെയും അകമഴിഞ്ഞ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. അതും മേൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയുണ്ട്. നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും ക്ഷേത്രത്തിലെത്തുന്നത്. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിധം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.